ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പോർഷനാണ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. ഇതിൽ ഒരു ഓവറോൾ ഐഡിയ ആയിട്ട് പറയുവാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിൽ ഇൻക്രീസ് ചെയ്യുന്നത് വഴി നാഷണൽ ഇൻകം എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, അതാണ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിന്റെ ഒരു ഷോർട്ട് സമ്മറി ആയിട്ട് പറയുന്നത്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നത് വഴി നാഷണൽ ഇൻകം എന്തോരം ഇൻക്രീസ് ആകും, അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിൽ എന്ത് ചേഞ്ച് സംഭവിക്കും, അതാണ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിൽ ഓവറോൾ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോർഷൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്, ഹൗ മച്ച് ഡസ് 1 യൂണിറ്റ് ഇൻക്രീസ് ഇൻ ഓട്ടോണമസ് സ്പെൻഡിങ് റൈസ് ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. അതായത് ഒരു യൂണിറ്റ് സ്പെൻഡിങ്ങിൽ ഇൻക്രീസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിൽ എന്ത് ചേഞ്ച് വരും, അതായത് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം എന്തൊരു ചേഞ്ച് ചെയ്യും, റൈസ് ചെയ്യും, അതാണ് ചോദിച്ചേക്കുന്നത്. ഓട്ടോണമസ് സ്പെൻഡിങ് എന്ന് വെച്ചാൽ എന്താ, അതായത് യൂഷ്വലി ഒരു സ്പെൻഡിങ് ആണ്, പക്ഷേ പ്രൈസ് ചേഞ്ച് അതിനെ അഫക്റ്റ് ചെയ്യില്ല, അതാണ് ഓട്ടോണമസ് സ്പെൻഡിങ്. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ ബേസിക് ഫുഡ് റിക്വയർമെന്റ്സ് എല്ലാം ഓട്ടോണമസ് സ്പെൻഡിങ് ആണ്. പ്രൈസ് ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ ഇൻകം ചേഞ്ച് ചെയ്യുന്നത് വഴി നമ്മുടെ മിനിമം ഫുഡ് റിക്വയർമെന്റ്സ് നമ്മൾ ചേഞ്ച് ചെയ്യില്ല, അതാണ് ഓട്ടോണമസ് സ്പെൻഡിങ് ആയിട്ട് പറയുന്നത്. അടുത്ത് പറഞ്ഞേക്കുന്നത് ഇക്വിലിബ്രിയം എന്ന പോയിന്റിനെ കുറിച്ചാണ്. ഇൻകവും അഗ്രിഗേറ്റ് ഡിമാൻഡും ഈക്വൽ ആകുന്ന പോയിന്റ് ആയിരിക്കും ഇക്വിലിബ്രിയം. ഓക്കെ അല്ലേ? പിന്നെ പറയുന്നത് ഒരു അസംഷൻ പോലെയാണ്, ഇറ്റ് വുഡ് സീം ദാറ്റ് എ യൂണിറ്റ് ഇൻക്രീസ് ഇൻ ഓട്ടോണമസ് ഡിമാൻഡ് ഓർ സ്പെൻഡിങ് റൈസ് ദ ഇക്വിലിബ്രിയം ഇൻകം ബൈ 1 യൂണിറ്റ്. ഇവിടെ എന്താ പറയുന്നത്, അതായത് സ്പെൻഡിങ്ങിലോ ഡിമാൻഡിലോ, ഓട്ടോണമസ് സ്പെൻഡിങ്ങിലോ ഡിമാൻഡിലോ ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് വഴി അത് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം എന്ത് ചെയ്യുന്നു, റൈസ് ചെയ്യുന്നു, അങ്ങനെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഇതൊരു ഫോൾസ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ എക്സാക്ട്ലി സംഭവിക്കുന്നത്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാകുന്നു. ഡിമാൻഡിലാണ് മെയിനായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇത് എന്തുകൊണ്ട് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് കാരണം അപ്വേർഡ് ഷിഫ്റ്റ് ഡിമാൻഡിൽ ഉണ്ടാകുന്നത്, അതിൻ്റെ റീസൺ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, മൾട്ടിപ്പിൾ ഇൻക്രീസ് ഇൻ ഇക്വിലിബ്രിയം ഇൻകം ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നത് വഴി മൾട്ടിപ്പിൾ ഇൻക്രീസ് ഇൻ ഇക്വിലിബ്രിയം ഇൻകം എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ടൈംസ് ആണ് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നത്. ഞാനിതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം, അപ്പം ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഫോർ എക്സാമ്പിൾ, ഒരു ഫേം 1 lakh rupees എന്ത് ചെയ്യുന്നു, 1 lakh rupees ഒരു കോൺട്രാക്ട് പർപ്പസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ കോൺട്രാക്ട് പർപ്പസിന് വേണ്ടി ഈ 1 lakh rupees എന്ത് ചെയ്യുന്നു, ഒരു കോൺട്രാക്ട് കമ്പനിക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. ഈ കോൺട്രാക്ട് കമ്പനിനെ സംബന്ധിച്ച് ഈ 1 lakh rupees അവർ എടുത്തിട്ട് അവരുടെ വർക്കേഴ്സിന് വേണ്ടി എന്ത് ചെയ്യുന്നു, വർക്കേഴ്സിന് വേണ്ടി 80,000, അതായത് 80,000 മാത്രം വർക്കേഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് വർക്കേഴ്സിനെ സംബന്ധിച്ച് എന്താണ്, ഇൻകം ആണ്. അത് അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂം ചെയ്യാൻ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ അത് അവർ മാർക്കറ്റിലാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്. അവർ 80,000 ഇരുന്ന് 64,000 ആണ് യൂസ് ചെയ്യുന്നത്, അതായത് ഒരു 64,000 യൂസ് ചെയ്തു. ഈ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ ഉള്ള ജോലി ചെയ്യുന്ന വർക്കേഴ്സിന് വേണ്ടി ആ 64,000 ഇരുന്ന് ഒരു എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഒരു 40,000 rupees എന്ത് ചെയ്യുന്നു, വർക്കേഴ്സിന് വേണ്ടി, മാർക്കറ്റിലുള്ള വർക്കേഴ്സിന് വേണ്ടി ആ മാർക്കറ്റ് ഓണേഴ്സ് കൊടുക്കുന്നു. സോ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നു. ഇതാണ് മെയിൻ ആയിട്ട് ഈ മൾട്ടിപ്പിൾ ഇൻകം എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതായത് 1 lakh rupees ഒരു ഫേം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് കോൺട്രാക്ട് കമ്പനിക്ക് കൊടുക്കുന്നു. ആ കോൺട്രാക്ട് കമ്പനി എന്ത് ചെയ്യുന്നു, 80,000 ആ കോൺട്രാക്ട് വേജ് വർക്കേഴ്സിന് വേണ്ടി 80,000 കൊടുക്കുന്നു. ആ വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു, ഗുഡ്സ് സർവീസസ് അവരുടെ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിൽ പോയി അത് കൺസ്യൂം ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അത് 64,000, ഓൾമോസ്റ്റ് 64,000 യൂസ് ചെയ്യുവാണെങ്കിൽ ആ 64,000 rupeesലിരുന്ന് 40,000 rupees എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് ഓണേഴ്സ് അവരുടെ ജോലിക്കാർക്ക് എന്ത് ചെയ്യുന്നു, വേജസ് അല്ലെങ്കിൽ സാലറി ആയിട്ട് കൊടുക്കുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ആ സാലറി 40,000 മേടിച്ചിട്ട് അവിടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു, വേറെ കൺസംഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നു. ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്, ഇത് മൾട്ടിപ്പിൾ എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്തിലാ, ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇത് ഷോർട്ട് ആയിട്ട് പറയുവാണെങ്കിൽ ഇതാണ് മൾട്ടിപ്പിൾ ഇൻക്രീസ് ഇൻ ഇക്വിലിബ്രിയം ഇൻകം. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നത് കാരണം മൾട്ടിപ്പിൾ ഇൻക്രീസ് ഇൻ ഇക്വിലിബ്രിയം ഇൻകം ഉണ്ടാകുന്നു. അതാണ് ഈ കൺസെപ്റ്റിലിരുന്ന് മെയിൻ ആയിട്ട് പറയുന്നത്. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രോസസ് ഓഫ് ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഡെപ്പിറ്റ് ദ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. നാഷണൽ ഇൻകത്തിൽ ഉണ്ടാകുന്ന ഇൻക്രീസ്, ദ പ്രോസസ് ഓഫ് ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം. എന്തുകൊണ്ടാണ്, ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നാഷണൽ ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ ഡെപ്പിറ്റ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. അപ്പോൾ നമ്മൾ അടുത്ത പോർഷനിലേക്ക് പോകാം. അടുത്ത് പറയുന്നതാണ് ഇൻക്രീസ് ഇൻ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഡെൽറ്റ ഐ ഷിഫ്റ്റ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ഫ്രം CI ടു CI പ്ലസ് ഡെൽറ്റ ഐ. അതായത് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് എന്താ, ഫസ്റ്റ് ഉണ്ടായിരുന്ന കണ്ടീഷനാണ് C+I. ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്തപ്പോൾ അതെന്ത് ചെയ്തു, അപ്വേർഡ് ഷിഫ്റ്റിന് റീസൺ ആയി. ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്തത് വഴി നമ്മുടെ ഇൻകം എന്ത് ചെയ്യുന്നു, ഇൻകം അല്ലെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്വേർഡ് ഷിഫ്റ്റ് ആയിട്ട് ഇവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ അല്ലേ? ഈ കൺസെപ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി.
The equilibrium shift from E to E1 and the equilibrium income increase more than proportionately from Y0 to Y1. Equilibrium income E2 E1ലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇൻകം എങ്ങനെയാ ലാർജ് പ്രൊപ്പോർഷൻ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളതൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിട്ട് ചെയ്തു. അപ്പോൾ ബിസിനസ്സിന് എന്ത് ചെയ്യാം? ബിസിനസ്സിന് കൂടുതലായിട്ട് ഗുഡ്സ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാം. അതുകൊണ്ട് എന്താ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് മാർജിൻസ് കിട്ടും, ഇൻകം കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കൺസെപ്റ്റും കൂടെ നോട്ട് ചെയ്താൽ മതി. ഇതാണ് അതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അടുത്ത് പറയുന്ന പോയിന്റ് ആണ് മൾട്ടിപ്ലയർ. ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ വിൽ ലീഡ് ടു ദ പ്രൊപ്പോർഷനേറ്റ്ലി മൾട്ടിപ്പിൾ ചേഞ്ച് ഇൻ ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് നാഷണൽ ഇൻകം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് 10 യൂണിറ്റ്സ് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ലാർജ് ചേഞ്ച് ഇൻ ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിൽ എന്തൊരു ചേഞ്ച് ഉണ്ടാകും? ഇൻവെസ്റ്റ്മെന്റ് 10 യൂണിറ്റ്സ് ആണെങ്കിൽ നാഷണൽ ഇൻകത്തിൽ 20 യൂണിറ്റ്സ്, അതായത് ലാർജ് ചേഞ്ച് ക്രിയേറ്റ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ദ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എക്സ്പ്ലെയിൻ ഹൗ മെനി ടൈംസ് ദ ഇക്വിലിബ്രിയം അഗ്രിഗേറ്റ് ഇൻകം ഇൻക്രീസ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ് ഇൻ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിൽ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്യുന്നത് വഴി എത്ര യൂണിറ്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്യുന്നത്, അതുവഴി എത്ര യൂണിറ്റ് ആണ് മൊത്തത്തിലുള്ള അഗ്രിഗേറ്റ് ഇൻകത്തിൽ ചേഞ്ച് ഉണ്ടാവുന്നത്. അതാണ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഡെൽറ്റ ഐ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്യുന്നത് വഴി നമ്മുടെ ഇൻകം എങ്ങനെയായിരിക്കും? ഇൻകവും അതുവഴി ചേഞ്ച് ചെയ്യുന്നു. ദ റേഷ്യോ ഓഫ് ഡെൽറ്റ വൈ ടു ഡെൽറ്റ ഐ ഇസ് കോൾഡ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ കെ. ഓക്കെ, ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെച്ചോ. അതായത് ഡെൽറ്റ വൈ ചേഞ്ച് ഇൻ ദ ഇൻകം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ദ ഇൻവെസ്റ്റ്മെന്റ്, അതാണ് കെ എന്ന മൾട്ടിപ്ലയർ ആയിട്ട് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. അടുത്ത ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് 2000 മില്യൺ കോസ് എ ചേഞ്ച് ഇൻ നാഷണൽ ഇൻകം 6000 മില്യൺ. ദെൻ ദ മൾട്ടിപ്ലയർ ഈസ്, മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ എന്താ നമ്മളിപ്പോൾ നോക്കിയതാണ്, ചേഞ്ച് ഇൻ ഇൻകം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ ഇൻകം എത്രയാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്? ചേഞ്ച് ഇൻ നാഷണൽ ഇൻകം ബൈ 6000 മില്യൺ, ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 2000, 6000 ഡിവൈഡഡ് ബൈ 2003. ഇതാണ് നമ്മുടെ കെ, ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. ഇത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ചേഞ്ച് ഇൻ ദ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം ഫോർ ഈച്ച് റുപ്പി ചേഞ്ച് ഇൻ ദ ഡിസൈർഡ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഇവിടെ പറയുന്നത് ചേഞ്ച് ഇൻ ദ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്യുന്നത് വഴി നാഷണൽ ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ച് ആണ് ഡെപിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? Since increase in national income delta y is the result of increase in investment delta I, the multiplier is called investment multiplier. ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ഈ ഫസ്റ്റ് നോക്കിയ പോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം നാഷണൽ ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് പറഞ്ഞേക്കുന്ന ഒരു പോയിന്റ് ആണ്, ദ പ്രോസസ് ബിഹൈൻഡ് ദ മൾട്ടിപ്ലയർ ക്യാൻ ബി കമ്പയർ ടു ദ റിപ്പിൾ എഫക്ട് ഓഫ് വാട്ടർ. വാട്ടറിന്റെ റിപ്പിൾ എഫക്റ്റിനോടാണ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിനെ കമ്പയർ ചെയ്തേക്കുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റിലില്ല, പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്നത് പോണ്ട് അല്ലെങ്കിൽ ലേക്കിൽ നമ്മൾ കല്ലെടുത്ത് എറിയുവാണെങ്കിൽ മൊത്തത്തിൽ ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആദ്യം ഇൻക്രീസ് ചെയ്യുമ്പോഴും മൊത്തത്തിലൊരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടോ ആ കല്ലെടുത്ത് എറിയുമ്പോൾ വാട്ടറിൽ എങ്ങനെ ഇരിക്കും? ആ വെള്ളത്തിൽ മൊത്തം ഒരു വേവ് പോലെ ക്രിയേറ്റ് ചെയ്യുമല്ലോ. ആ വേവ് എന്താ പറയുന്നത്? ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആദ്യം ഒരു നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയ പോലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. ആ ബിൽഡിങ്ങിന്റെ കേസിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അത് വേറെ കൺസംഷന് വേണ്ടി ഓരോരുത്തരുടെ ഇൻകമായി മാറുന്നു. അത് എക്കോണമിയിൽ എങ്ങനെ ഇരിക്കും? മൊത്തത്തിലൊരു സ്പ്രെഡ് ചെയ്യുന്നു. അതുപോലെയാണ് നമ്മൾ കല്ലെടുത്ത് വെള്ളത്തിൽ എറിയുമ്പോഴും ആ വെള്ളത്തിലുണ്ടാകുന്ന വേവ്സ് എങ്ങനെയാണ്? ആ മൊത്തത്തിൽ ആ വാട്ടറിൽ മൊത്തം സ്പ്രെഡ് ചെയ്യുന്നില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. പിന്നെന്താ? ആ വെള്ളത്തിലുണ്ടാകുന്ന വേവ്സ് ഇങ്ങനെ പയ്യെ കുറയില്ലേ? അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന എഫക്റ്റും പയ്യെ കുറയും. ഇത് ജസ്റ്റ് ഞാൻ ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞാണ്. റിപ്പിൾ എഫക്ട് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ ഈ ഐഡിയയുടെ ബേസിസിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് പറയുന്ന പോയിന്റ് എന്താ? എക്കണോമി ബി ഇൻ ഇക്വിലിബ്രിയം ആൻഡ് അപ്വേർഡ് ഷിഫ്റ്റ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ലീഡ്സ് ടു ദ ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം. എക്കണോമി ഒരു ഇക്വിലിബ്രിയം എന്ന പോയിന്റിലാണെങ്കിൽ, അതായത് അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? മെയിനായിട്ട് നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, അത് ഡിസ്പോസിബിൾ ഇൻകത്തിന് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു. കൺസ്യൂമർ ഡിമാൻഡ് ആസ് ഇൻകം ഇൻക്രീസസ്. ഈ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുന്നു പ്രോഡക്ട്സ്. അതാണ് ഇവിടെ മെയിൻ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. അടുത്തിവിടെ നമ്മൾ ഫസ്റ്റ് നോക്കിയ ഇക്വേഷനിൽ ഇച്ചിരി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ഇൻ ദ ഇൻകം ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ദ ഇൻവെസ്റ്റ്മെന്റ്. അതിന് നമുക്ക് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് MPC എന്ന് എഴുതാം. 1 മൈനസ് MPC എന്ന് വെച്ചാൽ MPS. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. അടുത്ത് പറയുന്നത് എന്താ? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഇസ് ദ ഡിറ്റർമിനന്റ് ഓഫ് ദ വാല്യൂ ഓഫ് ദ മൾട്ടിപ്ലയർ ആൻഡ് ദെയർ എക്സിസ്റ്റ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ MPC ആൻഡ് വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ. അതായത് ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് MPC ആണ് യൂഷ്വലി ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നത് എത്ര ഇൻകം ആണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന്. സോ ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഹയർ ദ MPC മോർ വിൽ ബി ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ. ഇത് നോട്ട് ചെയ്ത് വെച്ചോ.
ഹയർ ദ എം പി സി കൂടുതലാണെങ്കിൽ എന്താണ് അവിടെ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ഇൻക്രീസ് ആണ്. അതേപോലെ എം പി സിയുടെ വാല്യൂ കുറവാണെങ്കിൽ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ അവിടെ കുറവാണ്. എം പി സി കൂടുതലാണെങ്കിൽ ഓക്കെ അല്ലേ, ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. പിന്നെ ഹയർ ദ എം പി എസ് ആണ് അവിടെ കൂടുതലാണെങ്കിലോ ലോവർ ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ. എം പി എസ് കൂടുതലാണെങ്കിൽ കുറവാണ്, എം പി എസ് കുറവാണെങ്കിലോ ഹയർ ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ. ഇത് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അടുത്ത് പറയുന്നത് വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ഇൻഫിനിറ്റി, മാക്സിമം വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ഇൻഫിനിറ്റി എന്ന പോയിന്റിലായിരിക്കുമ്പോൾ എം പി സി ഇങ്ങനെ ഇരിക്കും, എം പി സി 1 ആയിരിക്കും. ഇത് നോട്ട് ചെയ്ത് വെക്കുക. എം പി സി 1 ആയിരിക്കുമ്പോഴാണ് മാക്സിമം വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ഇൻഫിനിറ്റി. അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് കിട്ടിയ ഇൻകം, നമുക്ക് കിട്ടുന്ന അഡീഷണൽ ഇൻകത്തിൽ നമ്മൾ ഫുൾ കൺസംഷൻ പർപ്പസിന് വേണ്ടി ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നു. ടു കൺസ്യൂം ദ ഹോൾ ഈസ് അഡീഷണൽ ഇൻകം. അതുകൊണ്ടാണ് അവിടെ എന്തെന്ന് പറയുന്നത് എം പി സി 1 എന്ന് പറയുന്നത് അവിടെ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ഇൻഫിനിറ്റി എന്ന സിറ്റുവേഷനിൽ ഇരിക്കുന്നത്. ഓക്കെ അല്ലേ. ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് എം പി എസ്. വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ എങ്ങനെയായിരിക്കും, എം പി എസിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. അതായത് കെ എന്ന് നമ്മൾ മൾട്ടിപ്ലയർ എടുക്കുകയാണെങ്കിൽ കെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, കെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടു മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. ഓക്കെ അല്ലേ. ഇത് തന്നെയാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ജസ്റ്റ് നോക്കിയാൽ മതി. എം പി സി തന്നിട്ടുണ്ട്, നമ്മൾ 1 / എം പി എസ് എന്ന ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ 1 / 1 - 0.75, അപ്പോൾ നമുക്ക് 1 / 0.25 കിട്ടും 4. അടുത്ത് പറയുന്ന പോയിന്റ് ആണ് മൾട്ടിപ്ലയർ കൺസെപ്റ്റ് ഇസ് ദ സെൻട്രൽ ടു കൈനേഷ്യൻ തിയറി. കൈനേഷ്യൻ തിയറിയുടെ ഒരു സെൻട്രൽ ആയിട്ടാണ് മൾട്ടിപ്ലയർ കൺസെപ്റ്റിനെ അവർ പറയുന്നത്. അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് ഹൗ ഷിഫ്റ്റ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ബൈ ദ ബിസിനസ് എക്സ്പെക്ടേഷൻ കോസ്റ്റ് നോട്ട് ഓൺലി ദ ഇൻവെസ്റ്റ്മെന്റ് ബട്ട് ഓൾസോ കൺസംഷൻ ടു വേരി. ഇവിടെ മെയിനായിട്ട് പറയുന്നത് ബിസിനസ് എക്സ്പെക്ടേഷൻ കാരണം ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്തത് കൊണ്ട് അത് ഇൻവെസ്റ്റ്മെന്റിനെ മാത്രമല്ല കൺസംഷനെയും ചേഞ്ച് ചെയ്യുന്നു. മൾട്ടിപ്ലയർ ഷോ ഹൗ ഷോക്ക് ടു വൺ സെക്ടർ ട്രാൻസ്മിറ്റഡ് ത്രൂ ഔട്ട് ദ എക്കോണമി. ഒരു സെക്ടറിൽ ഉണ്ടാകുന്ന ഷോക്സ് അത് എക്കോണമിയിൽ മൊത്തത്തിൽ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് നോക്കിയതായിരുന്നു, ഒരു എക്സാമ്പിൾ വഴി നോക്കിയതായിരുന്നു ഒരു സെക്ടറിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഒരു സെക്ടറിൽ ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇമ്പാക്ട് എങ്ങനെയാണ് എക്കോണമിയിൽ ഫുള്ളും ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, എക്കോണമി ഫുൾ അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഇൻകം പ്രൊപ്പഗേഷൻ സ്ലോസ് ഡൗൺ ആൻഡ് അൾട്ടിമേറ്റ്ലി കംസ് ടു ഹോൾട്ട്. ഇൻക്രീസ് ഇൻ ഇൻകം ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡസ് നോട്ട് ഗോ ഓൺ എൻഡ്ലെസ്ലി. നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം എങ്ങനെയാണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കില്ല, അത് ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോൾ സ്ലോ ഡൗൺ ചെയ്യും, അതേപോലെ ഒരു സ്റ്റോപ്പ് ചെയ്യും, ഹോൾട്ടിലെത്തും. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. നമ്മൾ നോക്കിയ എക്സാമ്പിളിൽ 1 lakh rupees ഉണ്ടായിരുന്നു, അത് കൺസ്ട്രക്ഷൻ കമ്പനി വർക്കേഴ്സിന് 80,000 ആയി, 80,000 വീണ്ടും കുറഞ്ഞ് 64,000 ഇങ്ങനെ കുറഞ്ഞ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിൽ ഇരുന്ന് കിട്ടുന്ന ഇൻകം വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കും, അത് ഒരു ലെവലെത്തുമ്പോൾ ഹോൾട്ട് ആകും. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. ആ സിറ്റുവേഷൻ, അതായത് ഡിക്ലൈൻ ഇൻ ഇൻകം, അതിനെയാണ് ലീക്കേജസ് എന്ന് ഇവിടെ മെയിൻ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആ പോയിന്റ് നോട്ട് ചെയ്യുക. ഇൻകം ദാറ്റ് ഈസ് നോട്ട് സ്പെൻഡ് ഓൺ കറന്റ്ലി പ്രൊഡ്യൂസ്ഡ് കൺസംഷൻ ഗുഡ്സ് ആൻഡ് സർവീസസ് മേ ബി റിഗാർഡഡ് ആസ് ഹാവിങ് ലീക്ഡ് ഔട്ട് ഇൻകം സ്ട്രീം. അതായത് നമ്മൾ കയ്യിൽ കിട്ടുന്ന ഇൻകം അത് പ്രോപ്പറായിട്ട് സ്പെൻഡ് ചെയ്യുന്നില്ല, അതായത് കൺസംഷന് യൂസ് ചെയ്യുന്നില്ല. ആ സിറ്റുവേഷൻ എന്താ പറയുന്നത്, ലീക്കേജ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ. ഇഫ് ദ ഇൻക്രീസ് ഇൻ ഇൻകം ഗോസ് ഔട്ട് ഓഫ് ദ സൈക്കിൾ ഓഫ് കൺസംഷൻ ഓൺ എക്സ്പെൻഡിച്ചർ. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഇൻകം നമ്മളത് കൺസ്യൂം ചെയ്യാതെ വെക്കുന്ന സിറ്റുവേഷനാണ് ലീക്കേജ് എന്ന് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ലീക്കേജസ് ആർ കോസ്ഡ് ഡ്യൂ ടു, നമ്മളതിൻ്റെ എക്സാമ്പിൾ നോക്കുമ്പോൾ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. പ്രോഗ്രസീവ് റേറ്റ് ഓഫ് ടാക്സേഷൻ. നമുക്കറിയാം ടാക്സേഷൻ ഒരു ഗുഡിന് ടാക്സ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യില്ല. ഇറ്റ് ഈസ് നോട്ട് അപ്രിഷ്യബിൾ ഇൻക്രീസ് ഇൻ ദ കൺസംഷൻ. അതാണ് ഇവിടെ പറയുന്നത്. ടാക്സ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് കിട്ടിയ ഇൻകം നമ്മൾ വീണ്ടും സ്പെൻഡ് ചെയ്യില്ല, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടാക്സേഷൻ ഉള്ളത് കൊണ്ട് കൺസംഷൻ കുറയ്ക്കുന്നു, അത് ലീക്കേജിന് കാരണമാകുന്നു. ഇങ്ങനത്തെ ഫാക്ടേഴ്സാണ് ലീക്കേജ് എന്ന പോയിന്റിൽ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ. നമ്മൾ നോക്കിയ പോലെ ലീക്കേജ് എന്ന് വെച്ചാൽ നമ്മൾ എക്കോണമിയിൽ ഇരുന്ന് ടാക്സ് പോകും, ഓക്കെയാണ്. പക്ഷേ ഇത് ഇച്ചിരി കൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടെ ലീക്കേജിനെ മെൻഷൻ ചെയ്തേക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഇൻകം നമ്മൾ കൺസംഷന് സ്പെൻഡ് ചെയ്യുന്നില്ല, ആ സിറ്റുവേഷനാണ് ലീക്കേജ് എന്ന് സിംപ്ലി പറയുന്നത്. പിന്നെ സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഹൈ ലിക്വിഡിറ്റി പ്രിഫറൻസ്. നമ്മൾ ക്യാഷ് കയ്യിൽ ഹോൾഡ് ചെയ്യുന്നു പക്ഷേ സ്പെൻഡ് ചെയ്യുന്നില്ല, ആ സിറ്റുവേഷന് ലീക്കേജ് ആണ്. ഇൻക്രീസ് ഡിമാൻഡ് ഫോർ ദ കൺസ്യൂമർ ഗുഡ് ബീങ് മെറ്റ് ഔട്ട് ദ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക്. അതായത് നമുക്ക് എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് വഴി നമ്മുടെ ഡിമാൻഡൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സിറ്റുവേഷൻ വരുമ്പോഴും ലീക്കേജ് അറൈസ് ചെയ്യുന്നു. അഡീഷണൽ ഇൻകം സ്പെൻഡ് ഓൺ പർച്ചേസിങ് എക്സിസ്റ്റിംഗ് വെൽത്ത്. അതായത് നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഷെയർസ് അല്ലെങ്കിൽ ബോൺസ് ഇങ്ങനത്തെ മേടിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് കൺസംഷൻ അത് യൂസ് ചെയ്യുന്നുണ്ടോ, ഇല്ല, അങ്ങനത്തെ സിറ്റുവേഷനും ലീക്കേജിന് കാരണമാകുന്നു.
അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്തു, ഇൻകം നമ്മുടെ കയ്യിൽ കിട്ടിയോ, അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് കാരണം അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റും ലീക്കേജിന് ഒരു റീസൺ ആണ്. പാർട്ട് ഓഫ് ഇൻക്രിമെന്റ് ഇൻ ഇൻകം യൂസ്ഡ് ഫോർ ദ പേയ്മെന്റ് ഓഫ് ഡെപ്റ്റ്, അതായത് പേയ്മെന്റ് ഓഫ് ഡെപ്റ്റ്, നമുക്ക് കിട്ടുന്ന ഇൻകം എന്ത് ചെയ്യുന്നു, നമ്മൾ ഗുഡ്സ് സർവീസസ് കൺസ്യൂം ചെയ്യാൻ യൂസ് ചെയ്യുന്നില്ല, ഓൾറെഡി ഇൻക്യൂർ ചെയ്ത ഡെപ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി കൊടുത്തു തീർക്കുന്നു, അതാണ് പേയ്മെന്റ് ഓഫ് ഡെപ്റ്റ്. ഈ സിറ്റുവേഷനിലും നമുക്ക് അത് ലീക്കേജിന് എന്ത് ചെയ്യുന്നു, ഒരു കാരണമായി മാറുന്നു. ഫുൾ എംപ്ലോയ്മെന്റ് അഡീഷണൽ ടു ഇൻവെസ്റ്റ്മെന്റ്, സോ ഇത് ഈ പോയിന്റ് പറയുന്നത് ഇൻഫ്ലേഷൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന സിറ്റുവേഷൻ വരുമ്പോൾ സപ്ലൈ കൂടുതലായിരിക്കും, അവിടെ ഡിമാൻഡ് കുറവായിരിക്കും, ആ സിറ്റുവേഷന് ലീക്കേജിന് കാരണമാകുന്നു. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സ്കാർസിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഹാവിംഗ് ഹൈ MPC, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിന് സ്കാർസിറ്റി ഉള്ള സിറ്റുവേഷന് ലീക്കേജിന് കാരണമാകുന്നു. ഇത് മെയിനായിട്ട് ഈ പോയിന്റിൽ ലീക്കേജ് എങ്ങനെയൊക്കെ അറൈസ് ചെയ്യുന്നു അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ ലീക്കേജ് എന്ന കൺസെപ്റ്റ് മാത്രം ക്ലിയർ ആക്കി വെക്കുക. ലീക്കേജ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഇൻകം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, സിംപ്ലി പറയുവാണെങ്കിൽ അത് നമ്മൾ ഒന്നും കൂടി ഇത് കേട്ടിട്ട് വായിച്ച് നോക്കുവാണെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അടുത്ത് പറയുന്ന ഒരു പോയിന്റ് ആണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെ കുറിച്ച്. അതായത് ഇവിടെ പറയുന്നത് നമ്മൾ യൂഷ്വലി ഡിമാൻഡ് ഒരു പ്രോഡക്റ്റിനെ ഇൻക്രീസ് ചെയ്യും, പക്ഷേ ഇങ്ങനെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ ഇൻഡസ്ട്രിയൽ ഗുഡ്സിന് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്താ പ്രോബ്ലം, ഡസ് നോട്ട് ലീഡ് ടു ദ ഇൻക്രീസ് ഇൻ ദ റിയൽ ഔട്ട്പുട്ട് റാദർ ദാൻ പ്രൈസ് ടു റൈസ്, അതായത് അവിടെ റിയൽ ഔട്ട്പുട്ടിന് ഇൻക്രീസ് ആവുന്നില്ല. അതാണ് ഇവിടെ ഒരു ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. Due to the inadequate increase in the consumption expenditure is not generally accompanied by the increase in the production. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടാകുന്ന പ്രോഡക്ട്സിന് ഡിമാൻഡ് കൂടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിന് റിയൽ പ്രൈസിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ റിയൽ ഔട്ട്പുട്ടിൽ എന്താ ഒരു പ്രോപ്പറായിട്ട് ഇൻക്രീസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്ന ടോപ്പിക്കിൽ പറയുന്നത്. ഇതിൽ ഫസ്റ്റ് തന്നെ നോട്ട് ചെയ്യാനുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ, ആ കൺസെപ്റ്റ് എന്താണെന്ന് നോട്ട് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടാകുന്ന ചേഞ്ച് നാഷണൽ ഇൻകത്തെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, പിന്നെയാണെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് നോട്ട് ചെയ്യുക. എക്സാമ്പിൾ നോട്ട് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. അതിൻ്റെ ഇക്വേഷൻസ് മറക്കാതെ നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ നോക്കിയ ലീക്കേജസ് എന്ന ടോപ്പിക്ക്, അതെങ്ങനെയാണ് ലീക്കേജസ് അറൈസ് ചെയ്യുന്നത്, ഈ ടോപ്പിക്കാണ് മെയിനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്നതിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് ടെക്സ്റ്റും കൂടെ ഒന്ന് വായിച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാകും, ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാകും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.